ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഡോഗ്സിൻ്റെ ക്ലെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തു. 0 ഗ്യാസ് ഫീ ആണ്. നിങ്ങൾക്ക് ₹1 പോലും ചിലവില്ല. സ്റ്റാറുകളോ ടോണോ ഒന്നും വേണ്ട. ഡയറക്റ്റ്ലി നമ്മളുടെ എക്സ്ചേഞ്ചിലേക്കാണ് നമുക്ക് വിഡ്രോൾ കിട്ടുന്നത്. നിങ്ങൾക്ക് വാലറ്റിലേക്ക് വിഡ്രോ അടിക്കണമെങ്കിൽ മാത്രമാണ് ഗ്യാസ് ഫീ വേണ്ടത്. വാലറ്റിലേക്ക് വിഡ്രോ അടിക്കണമെങ്കിൽ 20-ാം തീയതി കഴിയണം. ഇപ്പോൾ നമുക്ക് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക്, അതായത് ബൈബിറ്റ്, OKX, ഈ 2 എക്സ്ചേഞ്ചുകളിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. ഞാനിതിൽ കാണിക്കുന്നത് ബൈബിറ്റാണ്. ഇതുവരെ ബൈബിറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ താഴെ കൊടുക്കാം. ആ ഒരു വീഡിയോ കണ്ട് ബൈബിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇനി മുമ്പോട്ട് ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡോഗ്സിൻ്റെ ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ എത്ര ഡോഗ്സ് ഉണ്ടെന്ന് കാണാം. അതുപോലെ തന്നെ തൊട്ട് താഴെ ഡെപ്പോസിറ്റ് ടു എക്സ്ചേഞ്ചസ് എന്ന് പറയുന്ന പുതിയൊരു ബട്ടൺ ഇപ്പോൾ അപ്പിയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിപ്പോൾ വന്നിട്ടില്ലെങ്കിൽ പേടിക്കാനില്ല. ഓവർലോഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക. ഞാൻ ഈ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ കയറിയതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി ഉറപ്പായിട്ടും നല്ല ഓവർലോഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കയറുമ്പോൾ തന്നെ ഈ ബട്ടൺ വരണമെന്നില്ല, ബോട്ട് ലോഡ് ആവണമെന്നില്ല, ഓപ്പൺ ആവുന്നില്ല, കുറേ ഇഷ്യൂസ് ഉണ്ടാവും. എല്ലാം ക്ഷമയോടെ ഇരിക്കുക. 20-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിന് മുമ്പ് മാത്രം ക്ലെയിം ചെയ്താൽ മതി. നിങ്ങളപ്പോൾ ഡെപ്പോസിറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ്ചേഞ്ചസ്, വാലറ്റ് ഇൻ ടെലഗ്രാം, നോൺ കസ്റ്റോഡിയൽ വാലറ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇപ്പോൾ നമുക്ക് നിലവിലെടുക്കാൻ പറ്റുന്ന എക്സ്ചേഞ്ചസിലേക്ക് എടുക്കാം. അതുപോലെ തന്നെ വാലറ്റ് ഇൻ ടെലഗ്രാം വാലറ്റിലേക്ക് എടുക്കാം. നോൺ കസ്റ്റോഡിയൽ വാലറ്റാണ് ടോൺ കീപ്പർ. നോർമൽ ടെലഗ്രാം വാലറ്റ്, ബാക്കിയുള്ള എല്ലാ ബിഗ്ഗറ്റ് വാലറ്റും ഒക്കെ ടോണിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വാലറ്റുകളും നോൺ കസ്റ്റോഡിയൽ വാലറ്റാണ്. നോൺ കസ്റ്റോഡിയൽ വാലറ്റിലേക്ക് വിഡ്രോവൽ എടുക്കണമെങ്കിൽ ലിസ്റ്റിംഗ് കഴിയണം, അതായത് 20-ാം തീയതി കഴിയണം. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്ചേഞ്ചിലേക്കാണ് എടുക്കുന്നത്. 0 ഗ്യാസ് ഫീ ആണ്. എക്സ്ചേഞ്ചിലേക്ക് അല്ലാതെ നിങ്ങൾ നോൺ കസ്റ്റോഡിയൽ വാലറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ടോണോ സ്റ്റാറോ നിങ്ങൾ ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ എക്സ്ചേഞ്ചിലേക്കാണെങ്കിൽ ഗ്യാസ് ഫീൻ്റെ ഒരാവശ്യമില്ല, 0 കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് ഫീ ആയിട്ട് കുറച്ച് ഡോഗ്സ് വേണമെങ്കിൽ ചിലപ്പോൾ പിടിക്കും. എന്തായാലും നോട്ട് കോയിൻ പോലെ തന്നെയാണ് വർക്ക് ആവുന്നത്. നിങ്ങൾ എക്സ്ചേഞ്ചസ് ചൂസ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് OKX വേണോ ബൈബിറ്റ് വേണോ എന്ന് ചോദിക്കും. ഏത് വേണം എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബൈബിറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ബൈബിറ്റ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബൈബിറ്റ് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ബൈബിറ്റ് അക്കൗണ്ട് എടുത്തിട്ട് മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വീഡിയോ താഴെ കൊടുക്കാം. ആ ബൈബിറ്റ് അക്കൗണ്ട് എടുത്ത് KYC വെരിഫിക്കേഷൻ കഴിഞ്ഞവർ മാത്രം yes I have it എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജിൽ ഇതിൽ ബൈബിറ്റ് ഡെപ്പോസിറ്റ് പേജ് ആണ്. ഇവിടെ നിങ്ങൾ ബൈബിറ്റ് UID കൊടുക്കണം. അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കൊടുക്കണം. അതുപോലെ തന്നെ മെമ്മോയും കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ വേണ്ട 3 കാര്യങ്ങളും എങ്ങനെ എടുക്കാമെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിഡ്രോൽ കിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഈ ഒരു വിഡ്രോൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ UID, ഡെപ്പോസിറ്റ് അഡ്രസ്സ്, മെമ്മോ കറക്റ്റായിട്ട് കൊടുക്കണം. ഇത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റായി നോക്കി ചെയ്യാം. അതിന് ചെയ്യേണ്ടത് ആദ്യം ബൈബിറ്റിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ബൈബിറ്റിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസാണ് കിട്ടുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, UID ആദ്യം കൊടുക്കണം. അത് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം, ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കാണാം പ്രൊഫൈലിൻ്റെ ഐക്കൺ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മെയിൽ ID കാണാം. അതിന് തൊട്ട് താഴെ കാണാം UID. ഇമെയിൽ IDക്ക് തൊട്ട് താഴെ തന്നെ UID കാണാം. അതിന് തൊട്ടുപുറത്ത് ഒരു കോപ്പി ബട്ടൺ ഉണ്ട്. കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ UID കോപ്പിയായി. ഈ UID എന്ത് ചെയ്യുക, കൊണ്ടുപോയിട്ട് നമ്മളുടെ UID എന്നുള്ളിടത്ത്, ബൈബിറ്റ് UID എന്നുള്ളിടത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഡോഗ്സിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സാണ്. അതിന് വീണ്ടും നിങ്ങൾ ബൈബിറ്റ് തന്നെ വരിക. ഇവിടെ നിങ്ങൾ അസറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകാം. അസറ്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ ഓപ്ഷനായ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഏത് ടോക്കണാണ് അല്ലെങ്കിൽ ഏത് കോയിനാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബാറിൽ ഡോഗ്സ് എന്ന് സെർച്ച് ചെയ്യുക. DOGS എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നിലവിൽ, ഈ ഒരു ഡോഗ്സ്. ഓക്കെ, കറക്റ്റ് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇത് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയിൻ ചോദിക്കും. ചെയിൻ ടോണാണ്, ടോൺ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സും കിട്ടും. അതുപോലെ തന്നെ മെമോ, ടാഗ് എന്ന് പറയുന്നതാണ് മെമോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്നുള്ളിടത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ട ഈ ടാഗ് കോപ്പി ചെയ്യുക. ടാഗ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ആ മെമോ എന്ന് പറയുന്ന സ്ഥലത്തും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം, തെറ്റിക്കരുത്. ഓക്കെ, നോക്കി ടൈപ്പ് ചെയ്യാൻ നിൽക്കരുത്, കോപ്പി പേസ്റ്റ് തന്നെ ചെയ്യുക. നോക്കി ടൈപ്പ് ചെയ്ത് ഒരു അക്ഷരമെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ട് വാലറ്റ് അഡ്രസ്സും ടാഗും കൃത്യമാണ്, അതുപോലെ തന്നെ UID കൃത്യമാണെന്ന് വീണ്ടും വീണ്ടും കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം സെൻഡ് ക്ലിക്ക് ചെയ്യാവുള്ളൂ. എന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ എനിക്കോ ബൈബിറ്റിനോ ഡോഗ്സിനോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾ ആ ട്രാൻസാക്ഷൻ ലോസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ UID, ഡോഗ്സിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ്, മെമോ, ഈ 3 കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കി കൊടുക്കുക. അതിനുശേഷം സെൻഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ നെക്സ്റ്റ് പേജിൽ കൺഫേം വിഡ്രോവൽ ഓഫ്, നിങ്ങൾക്ക് എത്ര ഡോഗ്സ് ഉണ്ടെന്ന് കാണിക്കും. നിങ്ങളുടെ ബൈബിറ്റ് UID കാണിക്കും, ഡെപ്പോസിറ്റ് അഡ്രസ്സ് കാണിക്കും, മെമോ കാണിക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ കൊടുത്ത 3 കാര്യങ്ങളും UID, ഡെപ്പോസിറ്റ് അഡ്രസ്സ്, മെമോ, ഈ 3 കാര്യങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രം കൺഫേം ക്ലിക്ക് ചെയ്യാവുള്ളൂ. അതിന് തൊട്ട് താഴെ കാണാം KYC പാസ്ഡ് ഓൺലി എന്ന്. അതിനർത്ഥം KYC വെരിഫൈ ചെയ്ത എക്സ്ചേഞ്ച് ആയിരിക്കണം. അതായത് ബൈബിറ്റിൽ നിങ്ങളുടെ ID കാർഡെല്ലാം കൊടുത്ത് വെരിഫൈ ചെയ്തിരിക്കണം KYC, അല്ലെങ്കിൽ വർക്കാവില്ല, നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം കൺഫേം ആക്കിയതിന് ശേഷം I കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എററും ഇല്ല, നിങ്ങൾക്ക് ഓവർലോഡൊന്നുമില്ല. എല്ലാം സക്സസ് ആണെങ്കിൽ മാത്രം ഇറ്റ്സ് ഡൺ എന്ന് പറയുന്ന പേജിലേക്ക് വരും. ഇത് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുവരെ എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഓവർലോഡ് ആയതുകൊണ്ടാണ്, നിങ്ങൾക്ക് ഉടനെ തന്നെ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യുക, പേഷ്യൻ്റായിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്താലും മതി, അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. അതിൽ ഓവർലോഡ് ആവുന്നതിന് മുൻപ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് വീഡിയോ ഇടുന്നത്. രാവിലെ ആയി കഴിഞ്ഞാൽ എല്ലാവരും കയറും. അതിന് മുമ്പ് തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക മാക്സിമം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ട് ബാക്കി. ഓക്കെ, അതുപോലെ
അതുപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് യു വിൽ ഗെറ്റ് ഡോഗ്സ് ഡെപ്പോസിറ്റ് ബിഫോർ ദ ലിസ്റ്റിങ്ങിന് മുൻപ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് 20-ാം തീയതിക്ക് മുൻപ് നിങ്ങളുടെ ഡെപ്പോസിറ്റ് ബൈബിറ്റിലെത്തും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം പേടിക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ സെല്ല് ചെയ്യുന്ന വീഡിയോ ഇതുപോലെ തന്നെ ഉടനെ സെല്ല് ചെയ്ത് ഉടനെ തന്നെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് ടെലഗ്രാം ചാനലിൽ വെയിറ്റ് ചെയ്യുക. എൻ്റെ ഡെപ്പോസിറ്റ് സക്സസ് ആയാലൊക്കെ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്യും. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നൈസ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹോം പേജിൽ നമ്മളുടെ ബാലൻസ് 0 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഡോഗ്സ് എൻ്റെ കയ്യിലുള്ള 4,62,000 ഡോഗ്സ് വിഡ്രോവിങ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ വിഡ്രോവലാവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി പ്രോസസ്സ് ആയിക്കോളും. ഗ്യാസ് ഫീ കാര്യങ്ങളൊന്നും വേണ്ട, അതില്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പ്രോസസ്സ് ആയിക്കോളും. അപ്പോൾ ഇനി കുറേ ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നേക്കാം, ഗ്യാസ് ഫീ ഇട്ടുപോയി ഇനി തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോൺ കീപ്പറിൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ടോൺ അങ്ങോട്ടേക്ക് ഇടാം എന്നുള്ള വീഡിയോയിൽ ഞാൻ എങ്ങനെ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് ടോണൊക്കെ നേരത്തെ ഇട്ട് വെച്ചവരാണെങ്കിൽ അങ്ങനെ ആ വീഡിയോ നോക്കി തിരിച്ചെടുക്കുക. എന്നിട്ട് സെല്ല് ചെയ്ത് തിരിച്ച് USDT ആക്കാനും P2P ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്യാഷ് എടുക്കാനും പറ്റും. ₹1 പോലും നിങ്ങൾക്ക് പോവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ടോൺ കീപ്പറിലേക്ക് തന്നെ എടുക്കണമെന്നാണ് അല്ലെങ്കിൽ ടെലഗ്രാം വാലറ്റിലേക്ക് തന്നെ എടുക്കണമെന്നാണെങ്കിൽ ആ ഒരു ഗ്യാസ് ഫീ അവിടെ തന്നെ വെക്കുക. നിങ്ങൾക്ക് 20-ാം തീയതിക്ക് ശേഷം അതും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സെല്ലിംഗ് ഇപ്പോൾ എനേബിൾഡ് അല്ല. നമുക്ക് സെല്ല് ചെയ്ത് ഇന്ത്യൻ മണിയാക്കി എങ്ങനെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ അടിക്കാം എന്നുള്ള വീഡിയോ വരെ നമ്മൾ 20-ാം തീയതി പോസ്റ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.